മനസ്സിൻ്റെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഈ മനസ്സെന്ന് പറയുന്നത് ഒരു സ്ഥിരമായിട്ടൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് എളുപ്പമാണ്. നമ്മുടെ ജീവിതം ജീവിച്ച് പോകാൻ എളുപ്പമാണ്. പക്ഷേ ആ പാറ്റേൺ ഉണ്ടല്ലോ, ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാറ്റേൺ അതെല്ലാം തോട്ടുകളാണ്. ഡെയിലി നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഒരു മാസം ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ജീവിക്കാൻ ഉതകുന്ന കാര്യങ്ങളെല്ലാം ഇത് പാറ്റേണായിട്ട് രൂപപ്പെട്ടിരിക്കുക. ഈ പാറ്റേൺ ഉണ്ടല്ലോ, അത് ഇത്തിരി പ്രശ്നമാണ്. അവിടെ എവിടെ നോക്കിയാലും മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് പ്രശ്നങ്ങൾ കൂടുക. നമ്മുടെ മുന്നിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആദ്യം ഞാൻ അയാളെ അളക്കുകയാണ്. എന്ത് വെച്ചിട്ടാണ്? എൻ്റെ മനോഭാവം വെച്ചിട്ട് ഞാൻ അയാളെ അളക്കുക. അപ്പോൾ എൻ്റെ മനോഭാവം എന്താ? ഞാനൊരു ജാതിയിൽപ്പെട്ട, ഞാൻ ഒരു മതത്തിലും വർഗത്തിലും സംസ്കാരത്തിലും പെട്ട ആൾ, എനിക്ക് എഡ്യൂക്കേഷനുള്ള ആളാണ്, എനിക്ക് സമ്പത്തുള്ള ആളാണ്. ഇതാണ് ഒരാളുടെ മനോഭാവം. ഒരു പൂർണ്ണത, മനസ്സിൻ്റെ പൂർണ്ണമായ ഒരു ആവിഷ്കാരം ഇതാണ്. ഇത് പൂർണ്ണമായും നെഗറ്റീവാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളോ നമ്മളെപ്പോലെ അല്ല. പക്ഷെ നമ്മൾ എന്ത് വെച്ചിട്ട് അളക്കും? എൻ്റെ ഈ ഇത്രയും പറഞ്ഞ അറിവുകൾ വെച്ചിട്ട് അളക്കും. അപ്പോൾ അയാൾ എൻ്റെ പക്ഷത്ത് നിൽക്കുന്നതാണോ വേറൊരു പക്ഷത്ത് നിൽക്കുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തല്ലെങ്കിൽ അയാൾ ശത്രുവായി മാറുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇതാണ് ഇപ്പം ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇതൊരു അരാജകത്വത്തിലേക്കാണ് ഇത് നീങ്ങുന്നത്. ഒരു സമരം അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്കാണ് പോകുന്നത്. അസമാധാനം, ശാന്തി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? നമുക്കങ്ങനെയൊക്കെ അളക്കാൻ പറ്റുമോ ഈ കാലത്ത്? ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും ഈ മനസ്സിൻ്റെ പാറ്റേൺ എന്ന് പറയുന്ന ഈ തോട്ടുകളാണ്, ഞാനീ പറഞ്ഞ അടയാളങ്ങൾ, ഇത്രയും പോയിൻ്റുകൾ, ജാതി മതം വർഗം വർണ്ണം, ഈ പോയിൻ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ അളക്കുക. ഈ പാറ്റേൺ വെച്ചിട്ട് ഒരാൾക്ക് സമാധാനം ഉണ്ടാവും ഇതൊക്കെ വെച്ച് അളന്നാൽ? അയാൾക്ക് എന്ത് തൃപ്തിയാണ് ഉണ്ടാവുക? പണം ഉണ്ടാക്കാനല്ലേ ഇതെല്ലാം ഒരു പണം ഉണ്ടാക്കി നമ്മുടെ ജീവിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തോട്ടുകളാണ് ഇതൊക്കെ. ശരിക്കും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര നീചനായ മനുഷ്യനാണ് നമ്മൾ. ഇങ്ങനെ ചിന്തിച്ചാൽ നീചത്വമാണ്, വർഗീയത. ശരിക്കും അങ്ങനെയാണോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കുടിക്കുന്ന വെള്ളം, വസ്ത്രം, എല്ലാ സാധനങ്ങളും പല മനുഷ്യരുണ്ടാക്കിയതാണ്. ആ മനുഷ്യരെല്ലാം പല അടയാളങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരാവാം, ഉറപ്പായിട്ടും അങ്ങനെ ആവാം. പക്ഷെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ തരുന്ന സാധനങ്ങൾ എന്താണ്? അത് ഭൂമിയുടെ സാധനങ്ങളാണ്. പല രൂപത്തിലും പല ഭാവത്തിലും നമുക്ക് തരുന്നത് മാത്രമേ ഉള്ളൂ. അവരുണ്ടാക്കി തരുന്നു. ഭക്ഷണമായാലും നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡ് ആരുണ്ടാക്കിയതാണ്? അല്ലേ? നമ്മൾ വാട്ടർ ബോട്ടിൽ എടുത്താൽ ആരാണ് അത് പ്രിപ്പയർ ചെയ്ത്? ഇടുന്ന വസ്ത്രങ്ങളോ, നമ്മൾ അലക്കുന്ന സോപ്പ് നോക്കി, ഇതൊക്കെ ഏതോ ഫാക്ടറികളിൽ ഏതോ മനുഷ്യർക്ക് ഇരുന്ന് ഉണ്ടാക്കുന്നതല്ലേ? നമ്മൾ എവിടെ നിന്നുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നത്? ഇത് ക്രൂരതയല്ലേ? മനസ്സിൻ്റെ ഉള്ളിലൊരു ക്രൂരതയുള്ളതുകൊണ്ടല്ലേ ഇതിങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നത്? നീ ആരാ ഇത് ചോദിക്കാനെന്ന് പലപ്പോഴും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അവരുടെ മനോഭാവം അതാണ്. നിങ്ങൾക്കിതൊന്നുമില്ലേ? ഇല്ല. അതുകൊണ്ടാണ് അത് പറയാൻ പറ്റുന്നത്. ഒരു രാഷ്ട്രീയമോ ഒരു മതമോ ജാതിയോ വർഗത്തിലോ പെടാതെ സൂക്ഷ്മമായി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നെപ്പോലെയുള്ള വളരെ ചുരുക്കം ആൾക്കാരുണ്ട്, അവർക്ക് പറയാൻ പറ്റും. അവരെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ ചുരുക്കം. അവർ പറയും എന്നെപ്പോലെ. എനിക്ക് മാത്രമേ ഇത് പറയാൻ കഴിയുള്ളൂ. എന്തെന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, ഈ ശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന, ഈ സംസാരിക്കാൻ കഴിയുന്ന ഒരു പ്രാണനാണ്. അത് ഏത് നിമിഷവും ഇവിടുന്ന് പോകും. ആ പോകുന്ന സമയത്ത് അതിനു മുമ്പ് നമ്മളിന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു സമയമുണ്ട്. ഇതിനെന്തായാലും പ്രാണൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു തിരിഞ്ഞു നോട്ടം വരും, ലുക്കിംഗ് ബാക്ക്. അപ്പം നോക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്നൊരു കുറ്റബോധം ഉണ്ടല്ലോ. നിരാലംബരായ മനുഷ്യരൊക്കെ നമ്മുടെ മുന്നിൽ വരും. നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞിരുന്ന ആൾക്കാരെല്ലാം നമ്മുടെ മുന്നിൽ വരും. അത് നിമിഷ നേരം കൊണ്ട് മനസ്സെത്തിക്കും. ആ സമയത്ത് തോന്നിക്കുന്ന ഒരു കുറ്റബോധം ഉണ്ടല്ലോ, ഇനിയും ഒരു ദിവസം കിട്ടിയിരുന്നെങ്കിൽ എനിക്കതെല്ലാം ചെയ്യാമായിരുന്നു. ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ വലിയ മതത്തിൻ്റെയോ ജാതിയുടെയോ ആളാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതൊക്കെ ഒരു ഫൂളിഷ് തോട്ടാണ്. സത്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ജീവിക്കുന്ന സമയമുണ്ടല്ലോ, ഈ സമയം ഇവിടെയാണ് നമ്മൾ ഇവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഈ വീഡിയോ കണ്ടിട്ടും കേട്ടിട്ടുള്ളൊരു മാറ്റം ഉണ്ടല്ലോ, ഇങ്ങനെയാണോ എന്നുള്ളൊരു സംശയം മതി. അതെപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ഇങ്ങനെ ചുരുണ്ടിക്കൊണ്ടിരിക്കും ഈ ചോദ്യം. ആ മനസ്സിൻ്റെ സ്വഭാവത, മനസ്സിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ശാന്തമായി ഇരിക്കുക എന്നുള്ള, സമാധാനമായി ഇരിക്കുക എന്നുള്ള, അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഭീകര ക്രിമിനൽ തോട്ടുകൾ കൊണ്ടുവച്ചിരിക്കുന്നത്.
അപ്പോൾ ആ മനസ്സ് എന്ത് ചെയ്യും? എന്നിട്ട് ആകുലപ്പെടുത്തും. അതാ അനുഭവിക്കുന്ന വിഷമങ്ങൾ. സർവ്വ മനുഷ്യരും അനുഭവിക്കുന്ന ഏറ്റവും വലിയ വ്യാകുലത എന്ന് പറയുന്നത് ഈ മനസ്സിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ക്രിമിനലായിട്ടുള്ള ചിന്തകളാണ്. ഇത് മാറണമെങ്കിലുണ്ടല്ലോ നല്ല പഠനം വേണം, നല്ല അവനവനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി വേണം നന്നായിട്ട്. എൻ്റെ വായിൽ നിന്നും എൻ്റെ തലയിൽ നിന്നും എൻ്റെ പ്രവൃത്തിയിൽ നിന്നും എന്താണ് പുറത്തേക്ക് പോകുന്നത്, ഇതിനെക്കുറിച്ചൊരു നിരീക്ഷണ ബോധമുള്ള ആൾക്ക് മാത്രമേ മാറാൻ പറ്റുള്ളൂ.